முடிச்சிரு முடிச்சிரு, என் கதையே முடிச்சிரு. நான் சொல்றது கேளப்பா. வாய மூடுற சரியா? நீ எதுக்கு டூப்ளிகேட் மேரேஜ் பண்ற? அது என் வேலையப்பா. யாரா அந்த வேலைப்ப? ஐயோ, அது என் வேலை அப்பா, ஜோலி. என் മനസ്സിൽ ഒരേ ഒരു പെണ്ണുതാ இருக்கு. എൻ ருக்கு. അവളുടെ കൊളന്ത മുഖം, അവളുടെ നടപ്പ്, അവളുടെ ചിരിപ്പ്, അവളുടെ பேச்சு, அதெல்லாம் என் മനസ്സിൽ இருக்கப்பா. அவள் மேல எவ்வளவு அன்பு பாசம் இருக்குன்னு உங்களுக்கு தெரியுமா? நான் காமிச்சறேன். என்னடா என்னடா நீ காமிக்க போற? ஹனுமானா இருந்தே நெஞ்சு பொளிச்சு காட்டியனே பாரு, ருக்கு இங்கடா இருக்கு. சாரி, இங்கடா இருக்கு. காமிச்சு தர்றேன். அவள் மேல எவ்வளவு அன்பு பாசம் இருக்குன்னு நான் காமிச்சு தர்றேன். நான் காமிச்சறேன். ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ. ഇവൻ എന്നാ കാമിക്ക പോറേ? ഷേർഷാ. എന്താ സംശയമുണ്ടോ? ഷേർഷാ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ തലയോട്ടിയോട് ചോദിച്ചാൽ മതി, അവ പറഞ്ഞത്. അതിന് തലയോട് സംസാരിക്കില്ലല്ലോ ഷേർഷാ. തലയോട്ടികൾ സംസാരിക്കാറില്ല, അതുകൊണ്ടാണ് ഷേർഷാ സംസാരിക്കുന്നത്. ഇതാരുടെ തലയോട്ടിയാണെന്ന് അറിയാമോ? ഇല്ല. നിങ്ങൾക്കെന്നല്ല, ലോകത്താർക്കും അറിയില്ല. ഒരുപാട് ബ്രെയിനുകൾ ഉപയോഗിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ജപ്പാനിലെ കുപ്രസിദ്ധ അധോലോക ചക്രവർത്തിയായ മിത്സുയ ടഹാഷി. ഇതയാളുടെ 40ാമത്തെ വയസ്സിലുള്ള തലയോട്ടി. ഇതയാളുടെ 10ാമത്തെ വയസ്സിലുള്ള തലയോട്ടി. വന്ന കാര്യം പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. എനിക്കിന്ന് 3 കൊലപാതകങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. 4 5 അതെ 6. എന്റെ ഭാര്യയ്ക്ക് ഒരു സംശയം. എന്താ, നിങ്ങൾ അവളുടെ ഭർത്താവല്ലെന്നാണോ? അതല്ല. അതിൽ കൊണ്ടുപോകരുത്. എന്താ? വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ അവളെ കെട്ടി തൂക്കിയത്. അത് എന്താന്ന് വെച്ചാൽ, എന്റെ ഭാര്യയോട് എനിക്ക് സ്നേഹമുണ്ടോ എന്നുള്ളതാണ് അവളുടെ സംശയം. അപ്പോ ഞാൻ അവളെ കൊന്നു തരണോ അല്ലേ? അയ്യോ, കൊല്ലൊന്നും വേണ്ട. പിന്നെ എന്റെ ഭാര്യയോട് എനിക്കുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെറിയൊരു മാർഗം. ഒരു കാര്യം ചെയ്യാം. തന്റെ ഭാര്യയോടൊപ്പം ഞാൻ കുറച്ചു ദിവസം താമസിച്ച് നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് ഞാൻ അവൾക്ക് ഒരു സ്റ്റഡി ക്ലാസ് കൊടുക്കാം. അതൊന്നും വേണ്ട, വഴി ഞാൻ പറഞ്ഞുതരാം. വഴി നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ പറയുന്നത് കേൾക്ക്. ഗർഭിണിയായ എന്റെ ഭാര്യയും ഞാനും കൂടി നാളെ അമ്പലത്തിൽ പോകുന്നു. ഗർഭിണിയായ ഭാര്യയും കൊണ്ട് അമ്പലത്തിലേക്കല്ല, ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത്. എന്റെയൊക്കെ ഒന്ന് ശ്രദ്ധിക്ക്. ഞാനും ഭാര്യയും കൂടി നടന്നു വരുമ്പോൾ ഇക്കവളെ ഉപദ്രവിക്കുന്ന പോലെ അഭിനയിക്കണം, കയറി പിടിക്കണം. ഇത്ര ചെറിയ കാര്യങ്ങൾക്കൊന്നും ഷേർഷ പോകാറില്ല. ഒരു കാര്യം ചെയ്യാം, എന്റെ ശിഷ്യൻ ബൂർഷയെ വിടാം. അയ്യോ, അതൊന്നും പറഞ്ഞാൽ പറ്റൂല. ഈ പണിക്ക് വേറെ ആരെ നോക്കിട്ട് കിട്ടിയില്ലേക്കാം. എന്റെ ലൈഫിന്റെ പ്രശ്നം നാളെ വരണം. ശരി, അത്ര നിർബന്ധമാണെങ്കിൽ നാളെ നിങ്ങൾ പറഞ്ഞ റോഡിൽ ഈ മഞ്ഞ ഹെൽമെറ്റും ധരിച്ച് ഞാൻ അവിടെ ഉണ്ടാകും. ശരി, നിൽക്കൂ. ഷേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല, പക്ഷേ മുസ്ലിമാണ്. പൊക്കോളൂ. എന്മേലെ കോമാ മറന്നിടാ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. ருக்கு, നാളെ കാലയിലെ കോവില് പോണോ? ഒരു സത്ര സംഹാര പുഷ്പാഞ്ജലി പണോ? ശരി, പരവല്ലേ, നീ വരലെന്ന് ഞാൻ പോല. മൈൻഡ് ഒന്നും ശരിയല്ല, ഉടമ്പക്കല്ല ഒരേ വലി. ഒരു പ്രശ്നം എന്നാ தெரியாது. என்னன்னு தெரியாது. நெஞ்சு வலிக்குதா? ஆமா. சரி சரி, தூங்கிக்கோங்க. நாளைக்கு கோயிலுக்கு போலாம். தூங்கிக்கோங்க. தூங்குங்க. ஐயோ, இது என்னாச்சுன்னா? என்ன இப்போ நம்ம கோயில்ல இருந்து வேற எங்கேயாச்சும் போறோமா? இல்ல, எங்க இல்ல. அண்ணா, இன்னைக்கு எனக்கு மல்லி மாலை, பிச்சி மாலை, கரம்போ எல்லாம் வாங்கணும். அவ்வளவுதானே. எதுக்கு இருக்கு? இப்ப തന്നെ നമുക്ക് എത്രയോ ബിസിനസ് ഉണ്ട്. அதுக்கு மேல எதுக்கு இந்த பூ பிசினஸ்? ஐயோ, அதுக்கு இல்லன்னா வட்டா கோயில்ல பூஜை பண்றதுக்கு. என்ன ஐயப்பன் கோயில் போற வழி இதானா? ആ വഴി പോയാ നടക്കില്ല, എവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അല്ല, அந்த வழி அரேஞ்ச்மெண்ட்ஸ் எல்லாம் ரொம்ப மோசம். உள்ள நம்ம சின்ன கண்ணன் இருக்கு இல்லையா, அப்ப கெட்டர்ல இப்படி இப்படி போச்சுன்னா பிரச்சனை ஆயிடும். அதான் அப்படிதானே. என்ன, எனக்கு இன்னைக்கு உங்க கையால ஏதாவது வாங்கி கொடுங்க. எல்லாம் வாங்கி தரேன், சீக்கிரம் தடு. அந்த சாரி வாங்கி தரேன். பிடிச்சு பிடிச்சு இதாளு. இவ்வளவு பெரிய கடை? ஆமாமா, வெளிய கடை. நைட்டி இருக்கு, சாரி இருக்கு. என்ன வேணும்? அந்த சாரியா பிடிக்கலாம் இல்ல? அப்படியே நைட்டிக்கு அப்புறமா அந்த வயலட் வேணுமா? வயலட் சாரியா? யாருடா என் பொண்டாட்டி மேல கை வச்சது? டேய், பொண்டாட்டி மேல கை வைக்கிறதா யாரும் தெரியுமா? எப்படி இருக்கு பாரு.
ആശാനെ ദേ അടി അടി നിർത്ത് നിർത്ത് നിർത്ത്. എന്നെ കൂടാതെ ഹെൽമറ്റ് ധരിച്ച വേറൊരുത്തരും ഇനി ഒരു അവസരം വരട്ടെ. തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ ആശാനെ? ഷേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല, പക്ഷെ ക്രിസ്ത്യാനിയാണ്. എന്റെ വൈഫാണ് എന്റെ മാനങ്ങളെ ഫ്രണ്ട് എന്നെ കണ്ട പിന്നെ നിലത്ത് നിർത്തൂല്ല. ഭയങ്കര തമാശക്കാരൻ ഇടിച്ചാണ്. നിങ്ങൾ കാണിച്ച ഒരുമാതിരി പോക്കൃത്തരായി. അല്ല അത് ഞാൻ താനൊന്നും മിണ്ടണ്ട. താനാണെന്ന് വിചാരിച്ചു ഞാൻ ഒരുത്തനെ കയറി തല്ലുകയും ചെയ്ത് അവന്റെ രണ്ട് കിട്ടുകയും ചെയ്ത് എന്നെ നടുവും പോയി. ആരാത്? ഓ ഇനി അതറിഞ്ഞിട്ടണം അവനെ ചെന്ന് കണ്ട് അവന്റെ രണ്ടും കൂടി തനിക്ക് കിട്ടാൻ. തനിക്കൊന്നും പറഞ്ഞ പണിയല്ല വെച്ചത്. അയാളുടെ ഒരു മഞ്ഞ ഹെൽമെറ്റ്. ഒരവസരം കൂടി ഷേർഷയ്ക്ക് പറ്റിയ ജീവിതത്തിലെ ആദ്യത്തെ അബദ്ധമാണിത്. അപ്പൊ അന്ന് മംഗലാപുരത്ത് പറ്റിയതോ? അത് കൂട്ടണ്ട. ഇതിന് ഞാൻ പകരം വീട്ടും. എന്നോടോ? ഇല്ല, ഇന്നല്ലെങ്കിൽ നാളെ. ഷേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല, ഇപ്പൊ മാനോ ഇല്ല. കറക്റ്റ്. அத்துக்காரையில ரஜினிகாந்த் மாதிரி நல்லா ஃபைட் பண்ணுவாரேனு. ஆமா. அப்புறம் இന്നലെ நான் என் வீட்டுக்காரங்க கூடி போகும்போது ஒரு ஸ்கூட்டர்காரன் வந்து அப்படியே இடிச்சிட்டான். சர்ப்ரைஸ் வேணும். ஆத்துக்காரையில நல்ல அடி கொடுத்தாச்சு. அப்பா என்ன ஃபைட். ஆனா ரஜினி படத்துல ரஜினி ஒரு அடி கூட கொள்ள மாட்டான். ஆனா என் அண்ணா கிளைமேக்ஸ்ல நல்லா அடி வாங்கிட்டான். அதுதான் குழம்பு கையில எல்லாம் தேய்ச்சு அவர் இப்ப பெட் ரெஸ்ட்ல தான் இருக்கார். பாவி எங்க அண்ணா. நாளையில இருந்து புது வருஷம் தானே, வேற புது வருஷத்துல இருந்து அவருக்கு நல்லது வரணும்ன்றதுக்காக நான் கூட்டு பாயசம் நேர்ந்திருக்கேன். இது வாங்கத்தான் நான் போறேன். நான் வரட்டுமா? முருகா அல்லவா என்னது காப்பாத்துப்பா. வரேன். ഇന്ന് ചിങ്ങ ഒന്നായിട്ട് നിന്റെ ഈ മുഖമാണ് കണി. രേണു, ഇന്ന് എന്ത് സംഭവിച്ചാലും അതുപോലെ തന്നെ ഈ വർഷം മുഴുവൻ സംഭവിക്കുന്ന പ്രമാണം. അതുകൊണ്ട് അരുതാത്തൊന്നും സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കേ. വല്ലതും പറ്റിയോ? വല്ലവനുമല്ല, എന്റെ നെറ്റിക്കാ പറ്റിയത്. മുറിഞ്ഞ ബെസ്റ്റ് കണി. സാർ പാൽ. ഓ, ആ മുടിഞ്ഞ പാൽക്കാരനാ. ഒന്നാം തീയതിയായിട്ട് ആ ശകനം കെട്ടവൻ വീട്ടിനകത്ത് കാലെടുത്ത് വച്ചാലേ മുടിഞ്ഞ്. വേണ്ട വേണ്ട, ഇനി അകത്തോട്ട് വരണ്ട. പാല് പുറത്ത് വെച്ചിരുന്നാ മതി. എന്താ പോട്ടെ ഇങ്ങനെയൊക്കെ? എങ്ങനെയൊക്കെ? നീ ഒരു അക്ഷരം മിണ്ടണ്ട. കഴിഞ്ഞ വർഷം ഒന്നാം തീയതിയിലെ ഗുണവിശേഷങ്ങളൊക്കെ അറിയാലോ. ആ വർഷം മുഴുവൻ അനുഭവിച്ച ഞാനാ. ഏകാന്തതയുടെ അപാരതീരോ. പാട്ട് പാടിയിട്ട് തന്നെ വീഡിയോ. എന്ത് കോലം കണ്ടില്ലേ? കോലോ? ഇതെന്ത് കോലം? പേക്കോലം. ഞാൻ പറഞ്ഞത് ഈ കോലത്തിന്റെ കാര്യോ? അല്ല, രാവിലെ എങ്ങോട്ടാ? എന്റെ സാറ് ഇന്ന് ഒന്നാം തീയതിയല്ലേ ഐശ്വര്യമായിട്ട് തണ്ടാ വന്നതാ. അത് കണ്ടപ്പോ മനസ്സിലായി. എന്തിനെങ്ങനെ ചോദിക്കണ സാറേ? ഉള്ളതങ്ങ് തന്നാ പോരെ. ഇവിടെ ഒന്നുമില്ല. എന്റെ സേട്ടാ, പിച്ചത്തരം പറയരുത്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഏത് നേരത്തെ ആരോ ഒന്ന് ചോദിച്ചാലും അല്പം പച്ചവെള്ളമെങ്കിലും കൊടുക്കും. ഒന്ന് പോടോടുന്നു. പോകാ പറയാ. താനാരാ? ഇവിടുത്തെ മുതലാളിയോ? എടോ, വേലക്കാരുടെ സ്ഥാനത്ത് നിൽക്കണം. ചെന്ന് മുതലാളി വിളിക്കണ്ടോ? ചെല്ലി. അല്ല പൊടി. ஐயோ கிருஷ்ணா, வருவாருப்பா சாமி. ஐயோ சாமி, உள்ள வாங்க சாமி. சாமி உள்ள வாங்க. എരുമയാണവൾ. എരുമയാണോ? ഇത് ഞാൻ പൊണ്ടാട്ടിടാ. சாமி வாங்க. ருக்கு, என்ன இது? இவன் பிச்சைக்காரன்டி. ஐயோ அப்படியே சொல்லாதீங்க. சரி வாங்களே. என்ன விஷயம்? ஒரு நிமிஷம். It's all right. ஐயோ உங்களுக்கு
இதானதா தெரியாதண்ணா? ஒரு பெரிய காசுக்காரன் வீட்டுல கடவுள் வேஷம் மாதிரி பிச்சைக்காரன் மாதிரி வந்து தர்மம் கேட்டான். இந்த காசுக்காரன் கடவுளுக்கு ஒண்ணுமே கொடுக்கலன்னா ஒண்ணு சாமி அப்படியே போய் அடுத்து பாவப்பட்ட வீட்டுல போய் தர்மம் கேட்டான். அந்த ஆள் உட்கார வச்சு சாப்பாடு அத்தை இது எல்லாத்தையும் கொடுத்துட்டான். சாமி அப்படியே சந்தோஷப்பட்டு அஷ்ட ஐஸ்வர்யங்களே அந்த ஆளுக்கு அது வாரி வழங்கினான்னா அந்த மாதிரி இந்த பிச்சைக்காரனும் கடவுள் தானா? இந்த பிச்சைக்கார மேல ரொம்ப ஸ்மெல் இருக்கு. இவன் கடவுள் அல்ல, கடவாவல். ஐயோ அப்படி இல்ல, இல்லாதீங்கண்ணா. சாமி நீங்க உள்ள வாங்க. தேங்க்ஸ். வாங்க உள்ள வாங்க, உள்ள வாங்க, வாங்க உள்ள வாங்க. ஐயோ கீழே இல்ல, சோஃபா மேல உட்காருங்க. அண்ணா நீங்க சாமி பக்கத்துல உட்காருங்க. நான் சொல்றத கேளுங்களேன். சாமி நான் சாப்பாடு எடுத்துட்டு வரேன். എന്താ പേര്? കാതലൻ. അയ്യോടാ, രാജകുമാരൻ ഇടായിരുന്നില്ലേ? ചിരിക്കല്ലേ പേടിയാവണു. പല്ല് കേൾക്കാറില്ലല്ലേ? അല്ല ചേട്ടാ, ചേട്ടൻ ദന്ത ഡോക്ടറാ? ദന്തിസ്റ്റാ? എന്താ? അല്ല ചേട്ടൻ എപ്പോഴും എന്റെ പല്ലിനെ കുറിച്ച് മാത്രം ചോദിക്കുന്നു. അതെന്റെ പല്ല്. கடவுளுக்கு ஒரு இங்கிலீஷ் படம் போட்டு கொடு. ബിഎഫ് എടുക്കാ? ബീഫ് ഇടാരും കഴിക്കാറില്ല. അതല്ല ചേട്ടാ, ബിഎഫ് ബ്ലൂ ഫിലിമിന്റെ കാസറ്റ്. ருக்கு உன் கடவுள் என்ன கேக்குறான்னு தெரியுமா? വായന്ന് കൈ കൊടുക്കും. വെരലിട്ട് ശബ്ദിപ്പിക്കാൻ നോക്കണം വൃത്തിയോടെ. അഭിഷ്ടു അഭിഷ്ടു. പട്ടി കൈയൊക്കെ തുപ്പി വൃത്തിയേടാക്കി. നാളെ കഴുകാം. இதுக்கு முன்னாடி போய் பாத்திருக்கியா? அப்படின்னா இந்த பாலை எடுத்துட்டு போய் முன்னாடி குடுத்துட்டு வந்துருன்னு அங்க சாமி வந்திருக்கு. சாமி இருந்தா குடு. நான் இதை எடுத்துட்டு வந்துடுறேன். என்ன கடவுளே, நம்ம என்ன புண்ணியம் பண்ணிருக்கோம் சாமி. சும்மா நிக்காத, கும்பிட்டுட்டே நில்லுன்னா. എന്താ പേര്? ശാന്ത. സ്വീറ്റ് നെയിം. വയസ്സെത്രേ? 16. നല്ല പ്രായം. சாமி ஸ்வீட் சாப்பிடுங்க, சாப்பிடுங்க சாமி. நல்லா இருக்கட்டும், நல்லா இருக்கட்டும். ஐயோ ஐயோ சாமி, என்ன பசியா இருக்குன்னு பாரு சாந்தா. சாப்பிடுங்க சாப்பிடுங்க. ഇന്നത്തെ കണി കൊള്ളാം. ഇന്ന് കുറെ വീട് കേറണം. சாமி குருவாயிருப்பா, எங்களை மட்டும் காப்பாத்துப்பா. സാറേ, എനിക്ക് വീട്ടിൽ തന്നെ. ഈ വീട്ടിൽ ഇപ്പൊ തന്നെ ഇവിടെ തന്നെ വേറെ തണ്ടികളുണ്ട്. എന്നാ ഇവിടെ നിന്ന് തണ്ടാം. എവിടെ നിന്ന് ഉള്ളതാ? എന്തോന്ന്? 1-ാം തീയതി ആയിട്ട് തെണ്ടിത്തരം കാണിക്കാതെ കാശെടു സാറേ. കാശ് നീ കൊണ്ട് തന്നിട്ടുണ്ടോ? എന്നാ കത്തുപോയി തണ്ടാ. കൊണ്ടുപോ. ഓടോ. 10 രൂപ എവിടെ കരുത തെണ്ടിയാണ് ഇവനൊക്കെ. തെണ്ടികളുടെ വില കളയാന്ന് പറഞ്ഞ തെണ്ടി. ഇന്ന് 1-ാം തീയതി ആയിട്ടെങ്കിൽ തെണ്ടിലൊന്ന് നിർത്തി കൂടെ തെണ്ടി. ഇന്നത്തെ ദിവസം തെണ്ടില്ലെങ്കിൽ ഈ കൊല്ലം മുഴുവൻ ഞാൻ തെണ്ടി പോകും. തെണ്ടി. ഗേറ്റിന് പുറത്ത് നിന്നാ മതി. 1-ാം തീയതി നീ അകത്ത് കയറണ്ട. അപ്പൊ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞിട്ട് വാങ്ങണ്ടേ? കൈ നീട്ടൊക്കെ ഞാൻ മാറ്റി വെളിക്കൊണ്ട് തരാം. നീ ഇവിടെ തന്നെ നിന്നാ മതി. ഒക്കലല്ലേ, ഞാൻ സ്കൂട്ടർ എടുത്തോണ്ട് വരാം. ഒന്നിച്ച് പോവാൻ നമുക്ക്. ഓ, ഈ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിയ ഈ കൊല്ലം കാക്കാച്ചിന് ഗതി ഉണ്ടാവില്ല. ഈ തുരുമ്പിങ്ങനെ ഓടിച്ചു നടക്കുന്ന മുതലാളിനെ സമ്മതിക്കണം. ഒരിക്കൽ ഞാനും തൂക്കി വിൽക്കും. എന്റെ കൂടെ ഉള്ള ഈ ഓസിനുള്ള യാത്ര ഉണ്ടല്ലോ, അതൊരു സ്ഥിരം ശീലമാക്കണ്ട. സ്റ്റാറ്റസിന് യോജിച്ചില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാം, മുതലാളി എന്നെ കൊണ്ട് വണ്ടി എടുപ്പിച്ചേ അടങ്ങും. എവിടെ കയറി പോന്നു? അകത്തേക്ക്. നീ നകത്തേക്ക് കയറണ്ട. അല്ലെ ഈ 1-ാം തീയതി വെച്ച് നീ എന്താ കരുതി? 1-ാം തീയതി? ദൈവമേ, 1-ാം തീയതി അല്ലേ? 1-ാം തീയതി ഒക്കെ തന്നെ. ഈ 1-ാം തീയതി കയറൽ എന്ന് പറയുന്ന ഏർപ്പാട് വീടുകൾക്ക് മാത്രമുള്ളതല്ല, കച്ചവട സ്ഥാപനങ്ങൾക്കും അത് ബാധകമാണ്. 1-ാം തീയതി ആദ്യം കയറുന്നത് ഐശ്വര്യമുള്ള ആളാണെങ്കിൽ ആ വർഷം മുഴുവൻ അതിന്റെ ഗുണം. ഞാൻ കയറാൻ പോയത് അതുകൊണ്ടാ നീ കയറണ്ടെന്ന് പറഞ്ഞത്. പോയി ഐശ്വര്യമുള്ള ഒരാളെ വിളിച്ചോണ്ട് പോവാ. ഐശ്വര്യമുള്ള ഒരാളല്ലേ? ഞാൻ ഏറ്റവും മുതലാളി. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. നേരെ കയറി ചെന്ന് മുതലാളിയോട് കമ്പി ഉണ്ടോ എന്ന് ചോദിക്കണം. ഉണ്ടെന്ന് മുതലാളി പറഞ്ഞാൽ ഒരു ഇരുമ്പ് കമ്പി തരൂ എന്ന് പറയണം. ആരാ? കമ്പിയുണ്ടോ? പിന്നെ ഉണ്ടല്ലോ. ഒരു ഇരുമ്പ് കമ്പി തരുവോ? ഏതായിട്ടോ? ഓ, ഏതായാലും കുഴപ്പമില്ല. എന്താവശ്യത്തിനാ? കൊച്ചു കള്ള വിളിച്ചു വരുത്തിയിട്ട് എന്താവശ്യമൊന്നോ? വിളിച്ചു വരുത്തിയോ? ആര്? അധികം പരിചയമില്ലല്ലേ?
അതിന് നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ദേ, 1-ാം തീയതിയായിട്ട് കുഴപ്പിക്കല്ലേ. എനിക്ക് എന്റെ കാശ് തരണം, അല്ലാതെ ഈ വാസതി പോവില്ല. കാശ എന്താ നിങ്ങളുടെ ഉദ്ദേശം? എണീക്കണം, എണീക്കണം, പുറത്തു വേണം. പോകാനോ? എങ്ങോട്ട്? എന്റെ കാശ് കൊണ്ടുതാ. മേശപ്പുറത്ത് താഴെ ഇറങ്ങാൻ. പിന്നെ നിങ്ങൾ ആരാ? എന്താ എന്താ മുതലാളി? എനിക്കറിയില്ല. രാവിലെ ഓരോന്ന് കയറി വരും മെനക്കെടുത്ത്. അല്ലേ, വിളിച്ചു വരുത്തിയത് കാശ് തരില്ലെന്ന് പറഞ്ഞത് എവിടുത്തെ ന്യായവാ? നിങ്ങൾ പറ. നിങ്ങൾ ആര് വിളിച്ചു വരുത്തിയെന്നാ? ഇവർക്ക് ആള് മാറി പോയിട്ടുണ്ടാവും. ഓ, അതാണോ കാര്യം? മുതലാളിക്ക് ഇങ്ങനെയും ചില ഏർപ്പാടുകളൊക്കെ ഉണ്ടല്ലേ? എന്ത് ഏർപ്പാട്? ഇവിടെ ഒരു ഏർപ്പാടും ഇല്ല. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയ സാരമില്ല, കാശ് കൊടുത്തങ്ങ് ഒതുക്കേക്ക് മുതലാളി. അത് ന്യായം. ഇങ്ങോട്ട് കൊണ്ടുവാ. ഉണ്ട്. 2 രൂപയോ? താ വെച്ചോ, ദരിദ്രവാസി. വീട്ടിൽ നല്ലൊരു ഭാര്യ ഉള്ളപ്പോ എന്തിനാ മുതലാളി?